ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, അതുപോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഞാൻ ഓൾറെഡി ഒരു വിചിത്ര സിൽക്കിൻ്റെ ഒരു മെറ്റീരിയൽ എടുത്തിട്ട് ഒരു ഫ്രണ്ടിൻ്റെ മാരേജിന് വേണ്ടിയിട്ട് ഞാനൊരു കുർത്തി സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ മെറ്റീരിയൽ എടുക്കാൻ പോയ സമയത്ത് അതിൻ്റെ തന്നെ വിചിത്ര സിൽക്കിൻ്റെ തന്നെ മറ്റൊരു മെറ്റീരിയലിലൂടെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു കളർ ഷെയ്ഡ് അപ്പോൾ കണ്ട സമയത്ത് എനിക്ക് ഇഷ്ടമായി. അങ്ങനെ ഞാൻ അതിൻ്റെ കൂടെ വാങ്ങിയതാണ്. അപ്പം ഇതാണ് ഞാൻ കട്ട് ചെയ്യുന്നത്, അതായത് താഴെ ഇട്ടിട്ടാണ് ഞാൻ കട്ട് ചെയ്തത്. പിന്നെ ഞാൻ ഈ സ്ലീവ് കൊടുക്കുമ്പം ഇത്തവണ ഞാൻ ലൈനിങ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ലൈനിങ് മെറ്റീരിയലും അതുപോലെ ഈ സ്ലീവിൻ്റെ മെറ്റീരിയലും കൂടെ ഞാൻ ഓൾറെഡി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ട് നമ്മൾ സ്ലീവ് നമ്മൾ മെറ്റീരിയലിലേക്ക് അറ്റാച്ച് ചെയ്യാമെന്ന് കരുതി. അല്ലെങ്കിൽ രണ്ട് പീസും ഇങ്ങനെ അറ്റാച്ച് ചെയ്യാണ്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകാനുള്ളൊരു ചാൻസ് ഉള്ളതുകൊണ്ട് ഈ ലൈനിങ് മെറ്റീരിയലും സ്ലീവിൻ്റെ മെറ്റീരിയലും കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് വൃത്തിയായിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. കാരണം ഈ ഒരു മെറ്റീരിയലാകുമ്പം ഇങ്ങനെ ഒഴുകി പോകുന്നതുകൊണ്ട് പിടിച്ചാൽ ചിലപ്പോൾ കിട്ടണമെന്നില്ല. അപ്പോൾ അങ്ങനെ ചെയ്തതിന് ശേഷം ഞാൻ ലൈനിങ് നമ്മുടെ ഷോൾഡറിലോട്ട് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഒരു സൈഡ് ഞാൻ ചെയ്തപ്പം നല്ല വൃത്തിയിൽ തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ സ്റ്റിച്ച് ചെയ്ത സമയത്ത് ഞാൻ ഒരു സ്ക്വയർ നെക്ക് കൊടുത്തു, എന്നിട്ട് സ്ലീവിൽ നമ്മുടെ ലേസും കൊടുത്തു. പക്ഷേ ആ ലുക്ക് എനിക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടമായില്ല. അപ്പോൾ ഞാൻ അതിൻ്റെ ലുക്കൊന്ന് മാറ്റി ഒന്ന് അഴിച്ചുപണിയൊക്കെ നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ ഒരു ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ആ സ്ക്വയർ നെക്കിൻ്റെ ആ ഒരു വൃത്തികേടൊന്ന് മാറി കിട്ടാൻ വേണ്ടി ഞാൻ ഈ ഒരു രീതിയിൽ എൻ്റെ കയ്യിലുണ്ടായിരുന്ന വേറൊരു ലേസ് ഞാൻ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ സ്ലീവിൻ്റെ എൻഡിൽ കൊടുത്തിരുന്ന ആ ഒരു ലേസും കൂടെ ഞാൻ അഴിച്ച് മാറ്റി. കാരണം എന്തോ ഒരു ഭംഗിക്കുറവ് പോലെ മുമ്പ് ചെയ്തിരുന്ന പോലെ ആ ഒരു ഭംഗി എനിക്ക് തോന്നിയില്ല ഈ ഒരു കുർത്തി സ്റ്റിച്ച് ചെയ്തിട്ടപ്പോൾ രണ്ട് സ്ലീവിലും കൂടെ ചെയ്തപ്പം. അപ്പോൾ അങ്ങനെ ഞാനത് അഴിച്ച് മാറ്റി. അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ ഇതിൻ്റെ ഒരു ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. പിന്നെ ഇതിൽ ഞാൻ സംസാരിക്കുന്നുണ്ട്, കാരണം വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ഞാൻ സംസാരിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഈ സൗണ്ട്, അതായത് എക്കോ പോലെ ഫീൽ ചെയ്യുന്നതുകൊണ്ട് ഞാനത് മാറ്റി. അപ്പോൾ ഞാൻ വീഡിയോ റെക്കോർഡ് ചെയ്യുമ്പോൾ എൻ്റെ കൂടെ മോങ്കുട്ടനും ഉണ്ടായിരുന്നു. ഫൈനലി വിയർ ചെയ്ത് കഴിയുമ്പം ഈ ഒരു ലുക്കാണ് വരുന്നത്. അപ്പോൾ അതായത് ഈ ആ സ്ക്വയറിനൊക്കെ മാറിയിട്ട് അത്യാവശ്യം നല്ലൊരു നമ്മളിപ്പോൾ ഒരു ഹെവി ആയിട്ടുള്ളൊരു ജ്വല്ലറിയൊക്കെ ഇട്ടൊരു ഫീല് എനിക്ക് തോന്നുന്നുണ്ടായിരുന്നു. കാണുമ്പോൾ നല്ല ഭംഗിയായിട്ട് തോന്നി. പിന്നെ ഞാൻ ബാക്കിൽ ചെറുതായിട്ട് ടക്ക് ചെയ്തിട്ടാണ് അതിൻ്റെ ആ ഒരു ഷേപ്പ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. കാരണം ഇല്ലെങ്കിൽ അതിൻ്റെ ബാക്ക് പൊങ്ങി നിൽക്കും നമ്മൾ എത്ര ഷേപ്പ് ചെയ്താലും. അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം ഷേപ്പിൽ കിട്ടും. പിന്നെ അത്യാവശ്യം ലെങ്ത്തും ഈ ഒരു ടോപ്പിന് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഞാൻ എല്ലാ ടോപ്പിനും ലെങ്ത്ത് മാക്സിമം കൊടുക്കാൻ പറ്റുന്നത് ഞാൻ കൊടുക്കും. കാരണം നമുക്കൊരു ലെങ്ത്ത് ഒരു ഹൈറ്റ് ഫീൽ ചെയ്യും. അപ്പോൾ അങ്ങനെയാണ് ഞാൻ മിക്കവാറും ചെയ്യാറുള്ളത്. അപ്പോൾ ഇത്രയാണ് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലെയുള്ള സ്റ്റിച്ചിങ് വീഡിയോസായിട്ട് ഇനിയും വരുന്നതായിരിക്കും. താങ്ക്